സൂസൻ, എനിക്ക് നിന്നെ മനസ്സിലായി സൂസൻ. നിനക്ക് വേറെ വഴിയില്ല. എന്നോട് നീ സംസാരിക്കാൻ തയ്യാറാവണം. നീ എന്തിനാണ് ഇവിടെ തന്നെ തുടരുന്നത്? ഈ ലോകത്തിലെ നിന്റെ കാലാവധി കഴിഞ്ഞല്ലേ? നീ കുട്ടിയുടെ ദേഹത്ത് നിന്ന് പോകണം. ഈ വീട്ടിൽ നിനക്കിപ്പോഴും അവകാശമുണ്ട്, പക്ഷെ ഈ കുട്ടിയുടെ ശരീരത്തിലില്ല. നീ പുറത്തേക്ക് ഇറങ്ങാം, നമുക്ക് സംസാരിക്കാം. സൂസൻ, നിനക്ക് താങ്ങാൻ കഴിയില്ല. നീ എന്നോട് പൂർണ്ണമായി സംസാരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഞാനിത് നിർത്തൂ. സൂസൻ, എന്തിനാണ് നീ ഇവിടെ? എന്താണ് നിന്റെ ആവശ്യം? ഈ എക്സോസിസവും മന്ത്രവാദവും അതും ഈ കാലത്ത്. സിധു അതെന്റെ ചേച്ചിയാണ്. ചേച്ചി? സിധു, ഇത് ഫാദർ കാർമൻ ബെനഡിക്ട്. ഹലോ. എന്താണ് ഫാദർ നിങ്ങളുടെ ഉദ്ദേശം? ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്പിരിറ്റോ ആത്മാവോ? ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇനി നിങ്ങൾ കാരണം എന്തെങ്കിലും അതിന് സംഭവിച്ചാൽ ഉത്തരം പറയേണ്ട ജെസിയ. സയന്റിഫിക് ടെമ്പറൊക്കെയുള്ള ആളല്ലേ? ആ നിലയ്ക്ക് ഇപ്പം നടന്ന സംഭവത്തെപ്പറ്റി സിദ്ധാർത്ഥൻ്റെ അഭിപ്രായം എന്താ? ഒരു 6ാം ക്ലാസ്സുകാരിയുടെ ബലമാണോ അമ്മയ്ക്കുള്ളത്? സൂസൻ മരിച്ചതിന് ശേഷമാണോ സിദ്ധാർത്ഥ് ജെസ്സിയായിട്ട് പരിചയപ്പെടുന്നത്? അല്ല, വി വർ സ്കൂൾ മേറ്റ്സ്. സുസൻ മാം അവിടെ പഠിപ്പിച്ചിരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറായിരുന്നു. സ്റ്റുഡൻസ് അങ്ങേയറ്റം ഹോസ്റ്റേൽ. നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നോർമലി സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് സ്കൂളായിരുന്നു ഞങ്ങളുടേത്. സ്കൂൾ ഹെഡ് കോച്ചായിരുന്ന സുദർശൻ സാറുമായി മാമിന് എന്തൊക്കെയോ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ബെസ്റ്റ് അത്ലറ്റ്സായിട്ട് സാറ് വളർത്തിക്കൊണ്ടുവന്ന ആനന്ദും ദീപ്തിയൊക്കെ ഉള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനോടും മാം ഒരു ദേഷ്യമൊക്കെ കാണിച്ചിരുന്നു. എന്തിനും ജെസ്സി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് തന്നെ മാമിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫൈനൽ ഇയറിൽ ഒരു മീറ്റിന് മുമ്പ്